എല്ലാവർക്കും ഗുഡ് വൈബ്സ് എന്ന എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ വളരെ പവർഫുള്ളായിട്ടുള്ള നമ്മുടെ മാനിഫെസ്റ്റേഷൻ്റെ വേഗത കൂട്ടാൻ വേണ്ടി വെള്ളം എങ്ങനെ മാനിഫെസ്റ്റേഷന് യൂസ് ചെയ്യാമെന്ന് ഞാൻ പറഞ്ഞിരുന്നു. ഇന്ന് അതുപോലെ വളരെ പവർഫുള്ളായിട്ടുള്ളൊരു മാനിഫെസ്റ്റേഷൻ ടൂളാണ് ഞാൻ പറയുന്നത്. ഇതിനും ടൈം കുറവാണ് കേട്ടോ, കാരണം നമ്മുടെ ഡെയിലി ലൈഫിൽ നമ്മൾ ഒരുപാട് വട്ടം യൂസ് ചെയ്യുന്ന ഒരു കാര്യമാണ് ഇന്നത്തെ മാനിഫെസ്റ്റേഷൻ ടൂൾ എന്ന് പറയുന്നത്. ഇന്നത്തേത് മിററാണ് കേട്ടോ, കണ്ണാടി. കാരണം വെള്ളം എങ്ങനെയാണോ നമ്മൾ പറയുന്ന എനർജി, പോസിറ്റീവ് ആയിക്കോട്ടെ നെഗറ്റീവ് ആയിക്കോട്ടെ, അതേപോലെ അബ്സോർവ് ചെയ്യുന്നത്, അതുപോലെ മിററും വളരെ പവർഫുള്ളായിട്ടുള്ളൊരു മാനിഫെസ്റ്റേഷൻ ടൂളാണ് കേട്ടോ. പക്ഷേ കണ്ണാടി എങ്ങനെയാണ് വളരെ പവർഫുള്ളാകുന്നതെന്ന് പറഞ്ഞാൽ, നമ്മുടെ ഈ കണ്ണാടിക്കുള്ള ഒരു പ്രത്യേകത എന്താണെന്ന് പറഞ്ഞാൽ, നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിനെ നമ്മൾ പ്രോഗ്രാം ചെയ്യാൻ ഉദ്ദേശിക്കുന്നുവെങ്കിൽ അതിന് നമുക്ക് ഏറ്റവും ബെസ്റ്റ് മെത്തേഡ് എന്ന് പറയുന്നത് നമ്മൾ യൂസ് ചെയ്യുന്ന മിറർ തന്നെയാണ് കേട്ടോ. കാരണം മിററിനെ പലപ്പോഴും വിശേഷിപ്പിക്കപ്പെടുന്നത് നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിലേക്കുള്ള ഡയറക്റ്റ് ഡോർവേ അല്ലെങ്കിൽ എനർജി പോർട്ടൽ എന്നൊക്കെയാണ് പറയുന്നത്. കാരണം നമ്മൾ മിറർ നോക്കി നമ്മളിലുള്ള എന്തൊക്കെ കാര്യങ്ങളാണോ നമ്മൾ മാറ്റാൻ ഉദ്ദേശിക്കുന്നത് അതൊക്കെ നിങ്ങളൊരു മിററിൽ നോക്കി പറയുകയാണെങ്കിൽ വളരെ ഫാസ്റ്റായിട്ട് നിങ്ങൾക്കതിനുള്ള റിസൾട്ട് കിട്ടും എന്നുള്ളതാണ്. അപ്പോൾ ഇന്നത്തെ ഈ ഒരു മാനിഫെസ്റ്റേഷൻ മിറർ നോക്കി എങ്ങനെയാണ് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നത് എന്ന് ഞാൻ പറയാം. കാരണം മിറർ എന്ന് പറയുന്നത് നമ്മൾ നമ്മുടെ ഡെയിലി ലൈഫിൽ ഒരുപാട് യൂസ് ചെയ്യുന്നതാണല്ലേ. അപ്പോൾ നമുക്കതിന് വളരെ മാനിഫെസ്റ്റേഷന് വളരെയധികം നമുക്കൊരു സമയം പ്രത്യേകമായി കണ്ടെത്തേണ്ടതില്ല എന്നതുകൂടെ അതിൻ്റെ ഒരു പ്രത്യേകതയാണ്. അപ്പോൾ ഇന്നത്തെ നമ്മൾ ഈ മിറർ ഉപയോഗിക്കുന്നത് നിങ്ങളുടെ ആഗ്രഹങ്ങളായിക്കോട്ടെ, അല്ലെങ്കിൽ നിങ്ങളിൽ നിന്നും നിങ്ങൾക്ക് ഉപേക്ഷിക്കണം എന്ന് തോന്നുന്ന ഒരു ക്യാരക്ടർ ആയിക്കോട്ടെ, അങ്ങനെ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് എന്തൊക്കെയാണോ മാറ്റം വരുത്തേണ്ടത് അതൊക്കെ നിങ്ങൾക്ക് ഈ ഒരൊറ്റ പ്രാക്ടീസിൽ ഉൾപ്പെടുത്താവുന്നതാണ്. അപ്പോൾ ഈ നിങ്ങൾ ഈ മിറർ പ്രാക്ടീസ് ചെയ്യേണ്ടത്, നിങ്ങൾ മിററിന് മുൻപിൽ പോയി നിൽക്കുക. ഒപ്പം നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, ഈ മിറർ പ്രാക്ടീസ് ചെയ്യുന്ന സമയത്ത് കഴിവതും ഒരു ഡിസ്ട്രാക്ഷനും ഇല്ലാത്ത രീതിയിൽ ആ ഒരു പ്രാക്ടീസ് ചെയ്ത് തീർക്കാൻ ശ്രമിക്കുക കേട്ടോ. കാരണം എങ്കിൽ മാത്രമേ നമുക്ക് ആ ഒരു ഫോക്കസ് കിട്ടുകയുള്ളൂ. എന്തെങ്കിലും ഒരു ഇൻട്രപ്ഷൻസ് ഉണ്ടായാൽ നമ്മുടെ ശ്രദ്ധ മാറിപ്പോകും ആ ഒരു പ്രാക്ടീസിൽ നിന്ന്. അതുകൊണ്ടാണ്. അപ്പോൾ ഈ മിററിന് മുൻപിൽ പോയി നിൽക്കുക. ശേഷം എപ്പോഴും നമ്മൾ പ്രാക്ടീസ് തുടങ്ങുമ്പോൾ ചെയ്യുന്നത് പോലെ ഒരു 3 ഡീപ്പ് ബ്രീത്ത് എടുക്കുക കേട്ടോ. ഈ 3 ഡീപ്പ് ബ്രീത്ത് എടുക്കുന്നത് നമ്മുടെ ബോഡി ആയിക്കോട്ടെ മൈൻഡ് ആയിക്കോട്ടെ ഒന്ന് റിലാക്സ് ആകാനും മറ്റുള്ള ചിന്തകളിൽ നിന്നും നമുക്കൊരു മാറ്റം, അതിനു വേണ്ടിയാണ് 3 ഡീപ്പ് ബ്രീത്ത് എടുക്കാൻ പറയുന്നത്. ശേഷം നമ്മുടെ കണ്ണാടിയിൽ നമ്മൾ നമ്മളെ തന്നെ കാണുകയാണല്ലേ. പക്ഷേ കാണുന്നതിലൊരു വ്യത്യാസമുണ്ട്. നിങ്ങൾ മനസ്സിൽ വിശ്വസിക്കേണ്ടത്, ഇപ്പോൾ നിങ്ങൾ കണ്ണാടിയിൽ കാണുന്ന നിങ്ങളെന്ന് പറയുന്നത് ഫ്യൂച്ചറിൽ നിങ്ങൾ എങ്ങനെയൊക്കെ ആയിത്തീരണം, നിങ്ങളുടെ എന്തൊക്കെ ആഗ്രഹങ്ങൾ നേടിയെടുത്ത് നിങ്ങൾക്ക് എങ്ങനെയൊക്കെയുള്ള ക്യാരക്ടറൊക്കെ ഉപേക്ഷിച്ച് എങ്ങനെയുള്ള ഒരാളായി മാറണമെന്നാണോ നിങ്ങൾ ആഗ്രഹിക്കുന്നത് അതൊക്കെ അച്ചീവ് ചെയ്ത ഒരാളാണ് ആ കണ്ണാടിയിൽ നിങ്ങളിപ്പോൾ കാണുന്നതെന്ന് വിശ്വസിക്കുക കേട്ടോ. നമ്മളെ ഫ്യൂച്ചർ വേർഷനാണ് നമ്മൾ കാണുന്നത്. അപ്പോൾ നമ്മളെല്ലാം നേടിയെടുത്ത ഒരാളായിട്ടാണ് നിങ്ങൾ കാണുന്നത്, നിങ്ങളെയല്ല നിങ്ങൾ കണ്ണാടിയിൽ കാണുന്നതെന്ന് ആദ്യമേ പ്രാക്ടീസ് തുടങ്ങുമ്പോൾ തന്നെ വിശ്വസിക്കുക. ഒപ്പം നിങ്ങൾ ഈ പ്രാക്ടീസ് ചെയ്യേണ്ടത്, നിങ്ങൾക്ക് പറയാനുള്ള കാര്യങ്ങൾ നിങ്ങൾ വ്യക്തമായി പറയുമ്പോൾ നിങ്ങളുടെ കണ്ണാടിയിൽ കാണുന്ന നിങ്ങളുടെ കണ്ണുകളിൽ നോക്കി വേണം നിങ്ങൾ ഈ കാര്യം പറയാൻ. കാരണം അത്രയും ഫോക്കസ് നമുക്ക് കൂടുതലായിരിക്കും നമ്മൾ അങ്ങനെ പറയുന്നത്. ഒപ്പം നമ്മൾ എന്തൊക്കെയാണോ ആ കണ്ണാടിയിൽ നോക്കി പറയുന്നത് അതിവേഗം നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡ് ക്യാപ്ചർ ചെയ്യുകയും ചെയ്യും കേട്ടോ. അപ്പോൾ നിങ്ങൾ ഈ പ്രാക്ടീസ് തീരുന്നത് വരയ്ക്കും കണ്ണാടിയിൽ നിങ്ങളെ എങ്ങനെ കാണുക, ഫ്യൂച്ചറിലെ എല്ലാം അച്ചീവ് ചെയ്ത് നിങ്ങളാണ് ആ കണ്ണാടിയിൽ നിങ്ങൾ കാണുന്നതെന്നും ഒപ്പം ആ കണ്ണിലേക്ക് സ്ട്രെയിറ്റ് നോക്കി വേണം നിങ്ങൾ പറയാൻ വേണ്ടി. ശേഷം നിങ്ങൾ പറയേണ്ടത്, നിങ്ങൾക്ക് എന്തൊക്കെയാണോ നേടിയെടുക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നത് അതൊക്കെ നേടിയെടുത്തതായി കരുതി ഒരു അഫർമേഷൻ രൂപത്തിലായിരിക്കണം കണ്ണുകളിൽ നോക്കി പറയേണ്ടത്. ഇപ്പോൾ ഉദാഹരണത്തിന്, ഞാനിപ്പോൾ വളരെ സമ്പന്നനാണ്, അല്ലെങ്കിൽ സമ്പന്നയാണ്, അല്ലെങ്കിൽ സമ്പന്നനാക്കി തീർത്തതിന് നന്ദി. പണം പല മാർഗങ്ങളിലൂടെ നിരന്തരമായി എന്നിലേക്ക് വന്നു ചേർന്നുകൊണ്ടേയിരിക്കുന്നതിന് നന്ദി. എൻ്റെ ചുറ്റും എന്നെ പിന്തുണയ്ക്കാൻ ധാരാളം ആളുകൾ എപ്പോഴും സദാ എന്നിലേക്ക് വന്നു ചേർന്നുകൊണ്ടേയിരിക്കുന്നതിന് നന്ദി. എന്നിലേക്ക് നല്ല നല്ല ബന്ധങ്ങൾ ആകർഷിക്കപ്പെടുന്നതിന് നന്ദി. ഇങ്ങനെയൊക്കെ നിങ്ങൾക്ക് എന്തൊക്കെയാണോ, ഞാൻ പരിപൂർണ്ണ ആരോഗ്യവാനായി തീർന്നിരിക്കുന്നതിന് നന്ദി, എനിക്ക് പരിപൂർണ്ണ ആരോഗ്യമുള്ള ഒരു കുടുംബത്തെ ലഭിച്ചതിന് നന്ദി. ഇങ്ങനെ നിങ്ങൾക്ക് എന്തൊക്കെ ആഗ്രഹങ്ങളാണോ നേടിയെടുക്കാൻ നിങ്ങൾ ഉദ്ദേശിക്കുന്നത് അതൊക്കെ നേടിയെടുത്തതായി കരുതി ഒരു ഗ്രാറ്റിറ്റ്യൂഡ് അഫർമേഷൻ പോലെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, പറയാം. മിറർ നോക്കി നിങ്ങളുടെ കണ്ണിൽ നോക്കി പറയാം. അതുപോലെ നിങ്ങളുടെ ക്യാരക്ടറിൽ എന്തെങ്കിലും വ്യത്യാസം, ഇപ്പോൾ നിങ്ങൾ ഒട്ടും കോൺഫിഡൻ്റ് അല്ലാത്തൊരു വ്യക്തിയാണ്, എന്തിനേയും ഭയക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ
അതൊക്കെ മാറിയതായി കരുതിയുള്ള അഫർമേഷൻ ഗ്രാറ്റിറ്റ്യൂഡോട് പറയാം. ഞാനിപ്പോൾ വളരെ ആത്മവിശ്വാസമുള്ള ഒരു വ്യക്തിയായി തീർന്നിരിക്കുന്നതിന് നന്ദി എന്ന് പറയാം. അതുപോലെ നിങ്ങൾക്ക് നിങ്ങളുടെ ഒപ്പീനിയൻസ് പുറമേ പറയാൻ വളരെ ഭയക്കുന്ന ഒരാളാണെങ്കിൽ അതൊക്കെ മാറി നിങ്ങളിപ്പോൾ വളരെ ബോൾഡായിട്ടുള്ളൊരു വ്യക്തിയായി തീർന്നതിന് നന്ദി. ഇങ്ങനെ നിങ്ങൾക്ക് ക്യാരക്ടർ എന്തൊക്കെയാണോ നിങ്ങൾക്ക് ഒരു പോസിറ്റീവ് മാറ്റം നിങ്ങൾ ഫ്യൂച്ചറിൽ ആഗ്രഹിക്കുന്നത് അതൊക്കെ നിങ്ങൾക്ക് നേടിയെടുത്തതായി കരുതിയുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് അഫർമേഷൻ രൂപേണ പറയാം കേട്ടോ. അതിപ്പോൾ നിങ്ങൾക്ക് ഇത്ര തന്നെ ഉൾക്കൊള്ളണമെന്നില്ല. നിങ്ങൾക്ക് എന്തൊക്കെയാണോ നിങ്ങൾക്ക് എത്രയൊക്കെയാണോ പറയാൻ ആഗ്രഹമുള്ളത് അതൊക്കെ പറയാം. മനസ്സിൽ നിങ്ങൾക്ക് കോൺഫിഡൻസ് കിട്ടുന്നത് വരയ്ക്കും, നിങ്ങൾക്കൊരു പോസിറ്റീവ് വൈബ്രേഷൻ നിങ്ങളിൽ തന്നെ അനുഭവിക്കുന്ന വരയ്ക്കും നിങ്ങൾക്ക് ഈ പ്രാക്ടീസ് കണ്ണാടി നോക്കി പറയാം കേട്ടോ. അപ്പോൾ ഇത് ഞാനീ പറയുന്നത് ഈ പ്രാക്ടീസിന് അങ്ങനെ 21 ദിവസം അങ്ങനെ ഞാൻ പറയുന്നില്ല. നിങ്ങൾക്ക് നിങ്ങളുടെ ഒരു ഡെയിലി റുട്ടീനായിട്ട് ഈ പ്രാക്ടീസ് നിങ്ങൾക്ക് കൊണ്ടുപോകാം. ശേഷം നിങ്ങൾ ഈ അഫർമേഷൻ നിങ്ങളിലേക്ക് നോക്കി പറഞ്ഞു കഴിഞ്ഞതിന് ശേഷം നിങ്ങൾ ഒരു 3 ഡീപ്പ് ബ്രീത്ത് എടുക്കുക. ഒപ്പം നിങ്ങൾ ആ ഓരോ വട്ടം നിങ്ങൾ ശ്വാസം ഉള്ളിലേക്ക് എടുക്കുമ്പോഴും നിങ്ങൾ പറയേണ്ടത് ഞാനിപ്പോൾ ശ്വസിക്കുന്നത് എൻ്റെ ഫ്യൂച്ചർ എനർജിയെ ആണ് എന്നുള്ള ഒരു മൈൻഡ് സെറ്റോടു കൂടിയായിരിക്കണം ശ്വാസം ഉള്ളിലേക്ക് എടുക്കേണ്ടത്. അതുപോലെ ശ്വാസം പുറത്തേക്ക് പോകുമ്പോൾ നിങ്ങൾ വിശ്വസിക്കേണ്ടത് അല്ലെങ്കിൽ പറയേണ്ടത് എൻ്റെ ഉള്ളിൽ എൻ്റെ വളർച്ചയെ തടസ്സപ്പെടുത്തുന്ന എല്ലാ ഘടകങ്ങളെയും ഞാൻ ഇവിടെ ഉപേക്ഷിക്കുന്നു എന്നുള്ള രീതിയിൽ ആ ഒരു മൈൻഡ് സെറ്റിലായിരിക്കണം ശ്വാസം പുറത്തേക്ക് വിടേണ്ടത്. ഇത് ഒരു 3 വട്ടം നിങ്ങൾ റിപ്പീറ്റ് ചെയ്യുക. ശേഷം കണ്ണാടിയിൽ നിങ്ങൾ കണ്ടത് ആരെയാണ്? നിങ്ങളുടെ ഫ്യൂച്ചർ വേർഷനെയാണല്ലേ. അപ്പോൾ ആ ഒരു ഫ്യൂച്ചർ വേർഷൻ നിങ്ങളെന്ന ഇപ്പോൾ ഉള്ള ആളിലേക്ക് വരുന്നതായി ഒന്ന് സങ്കല്പിക്കുക കേട്ടോ. അതെന്തിനാണെന്ന് പറഞ്ഞാൽ അതൊരു പ്രാക്ടീസാണ്. നമ്മുടെ ഫ്യൂച്ചർ വേർഷനെ നമ്മുടെ പ്രസൻറ്റ് വേർഷനിലോട്ട് മെർജ് ചെയ്യുന്ന ഒരു പ്രോസസ്സാണ്. ഇത് കേൾക്കുമ്പോൾ വളരെ സിമ്പിളായിരിക്കാം, പക്ഷേ ഇത് നമ്മൾ ഡെയിലി ഈ ഒരു വിഷ്വലൈസേഷൻ പ്ലസ് ഈ ഒരു അഫർമേഷൻ നിങ്ങൾ ഈ കണ്ണാടി നോക്കി പറയുമ്പോൾ നിങ്ങൾക്ക് ആദ്യം വർദ്ധിക്കുന്നത് നിങ്ങളുടെ കോൺഫിഡൻസ് തന്നെയായിരിക്കും. ശേഷം നിങ്ങളിലെ പോസിറ്റീവ് എനർജി പോസിറ്റീവ് വൈബ്രേഷൻസ് ഒക്കെ വർദ്ധിക്കുന്നത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അത് ഈ പ്രാക്ടീസ് ചെയ്യുന്നവർക്ക് മനസ്സിലാകും. ശേഷം ഈ പ്രാക്ടീസ് അവസാനിപ്പിക്കേണ്ടത് ഞാൻ ഈ പറഞ്ഞ അഫർമേഷൻ പറഞ്ഞുകൊണ്ടായിരിക്കണം. ഞാൻ എന്തൊക്കെയാണോ നേടിയെടുക്കാൻ ആഗ്രഹിച്ചിരുന്നത് അതൊക്കെ ഇപ്പോൾ എൻ്റേതായി തീർന്നിരിക്കുന്നു. അതിന് ഞാൻ ഈ യൂണിവേഴ്സിനോട് എൻ്റെ ഹൃദയത്തിൽ നിന്നും നന്ദി പറയുന്നു. താങ്ക് യു യൂണിവേഴ്സ്, താങ്ക് യു യൂണിവേഴ്സ്, താങ്ക് യു യൂണിവേഴ്സ്. ആത്മാർത്ഥമായി ഇത് പറഞ്ഞു വേണം നിങ്ങൾ ഈ ഒരു പ്രാക്ടീസ് അവസാനിപ്പിക്കാൻ. ഇത് നിങ്ങൾക്ക് ഞാൻ പറയുന്നത് നിങ്ങളൊരു ഡെയിലി റുട്ടീനായിട്ട് തന്നെ ഈ ഒരു പ്രാക്ടീസിനെ ഫോളോ ചെയ്യുക. ആദ്യം നിങ്ങളിൽ ഉണ്ടാകുന്ന മാറ്റം ഞാൻ പറഞ്ഞല്ലോ, ക്യാരക്ടർ വൈസ് നിങ്ങൾക്ക് ഒരുപാട് മാറ്റം, നിങ്ങൾ തന്നെ വളരെ ബോൾഡായിട്ടുള്ളൊരു വ്യക്തിയായി മാറുന്നത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അതുപോലെ തന്നെ നിങ്ങളുടെ ആഗ്രഹങ്ങളൊക്കെ ഒരു സമയത്ത് എനിക്ക് നേടാൻ പറ്റുമോ എന്ന് ഡൗട്ടുള്ളവരാണ് നിങ്ങളെങ്കിൽ ഉറപ്പായിട്ടും അതൊക്കെ എനിക്ക് നേടിയെടുക്കാൻ സാധിക്കുമെന്നുള്ളൊരു ആത്മവിശ്വാസം നിങ്ങളിലുണ്ടാകും. അതുപോലെ തന്നെ ഓരോ ദിവസവും നിങ്ങൾക്ക് രാവിലെ നിങ്ങളിത് ചെയ്താണ് തുടങ്ങുന്നതെങ്കിൽ ആ ദിവസം വളരെ പോസിറ്റീവായിട്ട് മാറുന്നതും നിങ്ങൾക്ക് കാണാൻ സാധിക്കും. കാരണം അത്രയ്ക്ക് പവർഫുള്ളാണ് നമ്മുടെ മിറർ പ്രാക്ടീസ് എന്ന് പറയുന്നത്. വീണ്ടും പറയുന്നു, നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിനെ റീപ്രോഗ്രാം ചെയ്യാൻ 100% എഫക്റ്റീവായിട്ടുള്ള ഒരു പ്രാക്ടീസ് തന്നെയാണ് മിറർ പ്രാക്ടീസ് എന്ന് പറയുന്നത്. അപ്പോൾ ഞാൻ ഈ പറഞ്ഞ രീതിയിൽ നിങ്ങളൊന്ന് പ്രാക്ടീസ് ചെയ്യൂ, നിങ്ങൾക്ക് തന്നെ ആ ചേഞ്ച് കാണാൻ സാധിക്കും കേട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. എല്ലാവർക്കും എല്ലാവിധ നന്മകളും ഉണ്ടാകട്ടെ എന്ന് ആശംസിക്കുന്നു. Thank you so much.